ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കുറച്ച് തിയറംസും കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് ഗ്രാഫ് ആണ്. ഇതിലെന്താ പറയുന്നത് വെച്ചാൽ ഈ ഗ്രാഫ് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തതും, അതായത് ഗ്രാഫ് തിയറിയുടെ ഒരു ഹിസ്റ്ററിയാണ്. നിങ്ങൾ കൊച്ചു ക്ലാസ്സിൽ ഗ്രാഫും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ നമ്മൾ ഗ്രാഫ് തിയറി എന്ന് പറയുന്ന ഒരു പേപ്പർ ആദ്യമായിട്ടല്ലേ പഠിക്കുന്നത്. അപ്പോൾ അത് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതും അതിൻ്റെ ആപ്ലിക്കേഷൻസ്, അത് എവിടേക്കാണ് യൂസ് ചെയ്യുന്നതും എന്ന കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡിലും പിന്നെ ഫിസിക്കൽ സയൻസ്, എക്കണോമിക്സ് ഈ ഏരിയസിലാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ മാത്സിൻ്റെ ഒരു റിസർച്ച് പേപ്പറായിട്ട് ഈ ആപ്ലിക്കേഷൻസ് ഓഫ് ഗ്രാഫ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രാഫ് തിയറി ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1736 അതായത് കോണിക്സ്ബർഗ് എന്ന് പറയുന്ന ഒരു സിറ്റി, അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. അവിടെ നിന്നാണ് ഈ ഗ്രാഫ് തിയറി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മാത്തമാറ്റീഷ്യനായ ലിയോണാർഡ് ഓയിലർ, പുള്ളിക്കാരൻ ഒരു ദിവസം ഫാമിലി ആയിട്ട് കോണിക്സ്ബർഗിലുള്ള ഒരു ബ്രിഡ്ജ് കാണാൻ പോയി. അപ്പോൾ ഈ പുള്ളിക്കാരൻ ഇങ്ങനെ കരുതി, എന്തുകൊണ്ട് ഇതിനെ ഒരു മാത്സായിട്ട് ഞാൻ റിലേറ്റ് ചെയ്തുകൂടാ. അങ്ങനെ വന്നൊരു കോൺസെപ്റ്റാണ് ഈ ഗ്രാഫ് തിയറി എന്ന് പറയുന്നത്. അവിടെ മൊത്തം 7 ബ്രിഡ്ജസ് ഉണ്ട്. ഈ 7 ബ്രിഡ്ജുകളെ പുള്ളിക്കാരൻ എന്ത് ചെയ്തു, ഓരോ എഡ്ജസ് ആയിട്ട് കൺസിഡർ ചെയ്തു. പിന്നെ അതേപോലെ ഈ ഓരോ ബ്രിഡ്ജിൻ്റെ അവിടെയും കുറച്ച് ലാൻഡ് ഏരിയാസ് ഉണ്ട്. ഈ ലാൻഡ് ഏരിയാസിനെ എന്തുമായിട്ട് വെച്ചു, വെർട്ടെക്സ് ആയിട്ട് വിചാരിച്ചു. അങ്ങനെയാണ് ഈ ഗ്രാഫ് തിയറി എന്നൊരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഗ്രാഫ് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ ലിയോണാർഡ് ഓയിലറാണ്. പിന്നീട് കുറേ ടെർമിനോളജീസും ഇതിൻ്റെ പ്രോപ്പർട്ടീസും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ പുതിയ പുതിയ ടെർമിനോളജീസും പുതിയ പുതിയ പ്രോപ്പർട്ടീസും ഒക്കെ അങ്ങനെ വരുന്നുണ്ട്. പിന്നെ സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഈ ഗ്രാഫ് തിയറിയിൽ വരുന്നതാണ് ഓയിലിയറിൻ ഗ്രാഫ്, അതുപോലെ ഹാമിൽട്ടോണിയൻ പ്ലാനർ, ഓപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ് റെപ്രസെൻറ്റേഷൻ. ഇതൊക്കെ നിങ്ങൾ വരും മൊഡ്യൂൾസിൽ ഇത് പഠിക്കും കേട്ടോ. പിന്നെ അതിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് പറയുന്നുണ്ട്. അതായത് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് റൂട്ട്, അത് നമ്മളിപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതേപോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് റൂട്ട്സ് ഇൻ ബിഗ് സിറ്റി, അതേപോലെ മുനിസിപ്പൽ വാട്ടർ സപ്ലൈ സിസ്റ്റം, ഇതിനെയൊക്കെ എന്താണ് നമുക്കൊരു വെർട്ടെക്സും എഡ്ജും ഒക്കെ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതേപോലെ യൂട്ടിലിറ്റി പ്രോബ്ലം, സീറ്റിംഗ് പ്രോബ്ലം, ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് പ്രോബ്ലം. നോക്കിയടാ, അപ്പോൾ ഇതാണ് നമ്മുടെ ആ ബ്രിഡ്ജിൻ്റെ പ്രോബ്ലം. കണ്ടില്ലേ, ഇതാണ് ആ 4 ലാൻഡ് ഏരിയസ്, ABCD എന്ന് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നില്ലേ, ഇതാണ് ആ ലാൻഡ് ഏരിയസ്. പിന്നെ ഇതാണ്ടേ ഈ കണക്ട് ചെയ്തേക്കുന്നില്ലേ, ഇതെല്ലാം ബ്രിഡ്ജസ് ആണ്. അവിടെ മൊത്തം എത്ര ബ്രിഡ്ജ് ഉണ്ടായിരുന്നു, 7 ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ പ്രോബ്ലം എന്താണെന്ന് നോക്കിക്കേ. അതായത് ഞാനിപ്പം ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചോ, ഏത് വെർട്ടെക്സിൽ നിന്നും എനിക്ക് സ്റ്റാർട്ട് ചെയ്യും, അതൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ ഞാൻ തിരിച്ചെത്തണം. അതേപോലെ ഈ എല്ലാ വെർട്ടെക്സിലും ഈ എല്ലാ എഡ്ജസ് വഴിയും ഞാൻ ട്രാവൽ ചെയ്യണം. പിന്നെ എന്താണ് പറയുന്നത്, ഞാൻ പോയ വഴി ഞാൻ പിന്നെ തിരിച്ചു പോകാൻ പാടില്ല. അതന്നെ ഇപ്പോൾ C to D പോയാൽ D നിന്ന് തിരിച്ച് Cയിലോട്ട് പോകാൻ പാടില്ല. ഒറ്റ പ്രാവശ്യമേ എല്ലാ വെർട്ടെക്സും എല്ലാ എഡ്ജസും കവർ ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ എന്ത് വേണം, തിരിച്ച് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ എത്തണം. ഈ ഫിഗറിനെ ഞാൻ എന്താണ് ഒരു ഗ്രാഫായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ Aയിൽ നിന്ന് Cയിൽ പോയി, Cയിൽ നിന്ന് ഞാൻ Bയിൽ പോയി, Bയിൽ നിന്ന് ഞാൻ താണ്ട Aയിൽ പോയി. ഓക്കെ, Aയിൽ വന്നില്ല. അപ്പോൾ താണ്ടേ ഇതൊന്നും കവറായില്ലല്ലേ. വേണമെങ്കിൽ ഞാൻ ഇങ്ങനെ പോവാം. Aയിൽ നിന്ന് Cയിൽ പോയി, Cയിൽ നിന്ന് Bയിൽ പോയി, Bയിൽ നിന്ന് D പോയി, പിന്നെ ഞാൻ Dയിൽ നിന്ന് C പോയി, Cയിൽ നിന്ന് ഞാൻ Aയിലോട്ട് പോയി. അപ്പോൾ എന്ത് ചെയ്തു, ഇത് കവറാക്കാൻ പറ്റില്ല. എങ്ങനെ നോക്കിയാലും എന്താണ്, നമുക്ക് ഈ വന്നെടുത്ത് തിരിച്ചെത്താം. പക്ഷെ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ പോയ വഴി തിരിച്ചു പോകേണ്ടി വരും. അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഏതെങ്കിലും എഡ്ജസ് നമ്മൾ എടുക്കാൻ മറന്നു പോകും. അതൊന്നും ഇതിൽ പറ്റത്തില്ല. നമ്മൾ എല്ലാ എഡ്ജസും എല്ലാ വെർട്ടെക്സ് വഴിയും പോയേ വേണം, വന്നെടുത്ത് തിരിച്ചെത്തുകയും വേണം. ഇതിൽ നിന്ന് നമ്മുടെ ഓയിലറിന് എന്ത് മനസ്സിലായി, ഈ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഇല്ല എന്ന് മനസ്സിലായി. അതാണ് നമ്മുടെ കോണിക്സ് ബ്രിഡ്ജ് പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കോണിക്സ് ബ്രിഡ്ജിൻ്റെ പ്രോബ്ലം. ഇതിൻ്റെ വേറൊരു പേരാണ് എന്താണ്, 7 ബ്രിഡ്ജ് പ്രോബ്ലം എന്ന് നമുക്കിതിനെ പറയാം കേട്ടോ. ഗ്രാഫ് തിയറിയുടെ തന്നെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻസ് ആണ്. ഈ ഫസ്റ്റ് ആപ്ലിക്കേഷൻ നോക്കിയേ, ക്രിയേറ്റിംഗ് ഒപ്റ്റിമൽ പബ്ലിക് ട്രാൻസ്പോർട്ട് റൂട്ട്സ് ഇൻ ബിഗ് സിറ്റി അല്ലേ. ഒരു ട്രാൻസ്പോർട്ട് റൂട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം യൂസിങ് ഗ്രാഫ് തിയറി. അപ്പം നമുക്ക് എങ്ങനെ പറ്റും, ഇപ്പം ഞാൻ എന്താണ്ടേ ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇതൊരു ഗ്രാഫാന്ന് വെച്ചോ. അപ്പോൾ എനിക്കിതാണ്ട് ഈ 4 ഇല്ലേ, ഇതെന്ന് പറയുന്നത് എന്താണ്, എൻ്റെ ലൊക്കേഷൻസ് ആണെന്ന് വെച്ചോ. അപ്പോൾ എൻ്റെ ഈ വെർട്ടിസസ് ഒക്കെ എന്താണ്, എൻ്റെ ലൊക്കേഷനായിട്ട് ഞാൻ കൺസിഡർ ചെയ്ത് എൻ്റെ ലൊക്കേഷൻസ് ആണ്. ഓക്കെ, പിന്നെ ഈ എഡ്ജസ് ഇല്ലേ, ഇതിനെ ഞാൻ റോഡെന്ന് വിളിക്കുക. റോഡ്, ഒരു സിറ്റി ആകുമ്പോൾ എന്ത് ചെയ്യും, അവിടെ കുറേ ലൊക്കേഷൻസ് കാണും, കുറച്ച് റോഡ് കാണും അല്ലേ.
ഈ ഒരു ഡിസൈൻ സ്കീമില്ലേ, അതായത് ഈ വെർട്ടെക്സ് എന്ന് പറയുന്നത് ലൊക്കേഷൻസ്, അത് കണക്ട് ചെയ്ത് കുറേ റോഡ്സ് ഉണ്ട്. ഇത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു സിറ്റി ബസ് അല്ലെങ്കിൽ ലോക്കൽ ട്രെയിൻ, സിറ്റിയിലൊക്കെ റൺ ചെയ്യുന്ന ബസ്സസിൻ്റെ റൂട്ട്സ് അല്ലെങ്കിൽ ട്രെയിൻ റൂട്ട്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ കാണിക്കാൻ വേണ്ടി നമുക്ക് ഇതേപോലെ ഒരു ഗ്രാഫ് വരയ്ക്കാൻ സാധിക്കുന്നതാണ്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ മിനിമം പോസിബിൾ ടൈമിൽ, അതായത് മിനിമം റൂട്ട്സ് ആയിരിക്കണം, മാക്സിമം പോസിബിൾ ഏരിയ നമ്മൾ കവർ ചെയ്യുകയും വേണം. അതാണ് ഈ ക്രിയേറ്റിംഗ് ഒപ്റ്റിമൽ പബ്ലിക് ട്രാൻസ്പോർട്ട് റൂട്ട്സ് ഇൻ ബിഗ് സിറ്റി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കൊണ്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു സിറ്റി ആകുമ്പോൾ ഒരുപാട് പ്ലേസസ് കാണത്തില്ലേ, ഒരുപാട് ഏരിയാസ് കാണും. ആ ഏരിയാസ് എല്ലാം എന്ത് ചെയ്യണം, മിനിമം റൂട്ട്സ് വെച്ചിട്ട് നമ്മൾ കവർ ചെയ്യണം. അതായത് ആ മാക്സിമം പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഏരിയയും നമ്മൾ മിനിമം റൂട്ട്സ് കൊണ്ട് എന്ത് ചെയ്യണം, കവർ ചെയ്യണം. അതാണ് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്ന വേറൊരു പ്രോബ്ലമാണ് ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ തന്നെ പഠിക്കാനുണ്ട്. അടുത്തൊരു ആപ്ലിക്കേഷൻ നോക്കിക്കേ, ഡിസൈനിങ് മുനിസിപ്പൽ വാട്ടർ സപ്ലൈ സിസ്റ്റം അല്ലേ. മുനിസിപ്പൽ വാട്ടർ സപ്ലൈ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതായത് ഓരോ വീടുകളിലേക്കും ഞാൻ എന്ത് ചെയ്യുക, വെള്ളം കൊടുക്കുക. അതിനെന്തോ വേണം, ആദ്യം ഞാൻ ഈ വെള്ളത്തിന് കണക്ഷൻ എടുക്കണം, പൈപ്പ് വേണം, ഈ വെള്ളം വാങ്ങാൻ വീടുകൾ വേണം അല്ലേ. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു നോർമൽ ഒരു ടാങ്ക്. ഈ ടാങ്കിൽ നിന്ന് കുറേ വാട്ടർ സ്റ്റോറേജ് ഏരിയാസ് ഉണ്ടല്ലേ. ഈ വാട്ടർ സ്റ്റോറേജ് ഏരിയാസിലേക്ക് ഈ വാട്ടർ താണ്ടി പൈപ്പ് വഴി പോകും. ഈ പൈപ്പ് എന്ന് പറയുന്നത് എന്താണ്, അവിടുത്തെ എഡ്ജസ് ആണ്. അപ്പം ഈ നോഡില്ലേ, ഈ വാട്ടർ ടാങ്ക് ഇരിക്കുന്ന ഈ നോഡ്, അതിനെ നമുക്ക് സോഴ്സ് നോഡെന്ന് പറയാം. ഇത് ഈ വാട്ടർ സ്റ്റോർ ചെയ്യുന്ന രണ്ട് ഏരിയാസ് ആണ്. അതാണ് വാട്ടർ സ്റ്റോറേജ് ഏരിയാസ് ആണ്. അവിടുന്ന് വേരിയസ് ഹൗസസിലേക്ക് നമ്മൾ വാട്ടർ കൊടുക്കും ഈ പൈപ്പ് വഴി. അപ്പോൾ ഈ പൈപ്പ് എന്ന് പറയുന്ന എഡ്ജസ് ആയിട്ടും ഇതെന്ന് പറയുന്നൊരു സോഴ്സ് നോഡായിട്ടൊക്കെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു മിനിമം സ്പാനിങ് ട്രീ പ്രോബ്ലം എന്ന് പറയാം. വാക്കൊന്നും കേട്ട് ആരും ഞെട്ടണ്ട, ഇതിനെക്കുറിച്ച് നമ്മൾ വരുന്ന മൊഡ്യൂൾസിലൊക്കെ പഠിക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് ഇതേപോലെ റെപ്രസെൻറ്റ് ചെയ്യാം. ഒരു ട്രീ പോലെ അല്ലേ, നമ്മൾ ഡേറ്റ സ്ട്രക്ചറിലൊക്കെ കണ്ടിട്ടില്ലേ, അതേപോലെ ഒരു ട്രീ പോലെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് ഈ വാട്ടർ ടാങ്കിനെയാണ് ഞാൻ ഒരു സോഴ്സ് നോഡായിട്ട് വെച്ചു. എന്നിട്ട് ഈ വാട്ടർ സ്റ്റോറേജ് ഏരിയസ് ആണത്, അവിടുന്ന് വേരിയസ് ഹൗസസിലേക്ക് പോകുന്ന ഒരു ട്രീയുടെ സ്ട്രക്ചർ കിട്ടിയില്ലേ നിങ്ങൾക്ക്. അടുത്ത നോക്കിക്കേ, ലേയിങ് ഔട്ട് ടെലിഫോൺ കേബിൾസ്. ഇപ്പോൾ ആരും അങ്ങനെ അധികം എടുത്ത് കണ്ടിട്ടില്ല, പണ്ടൊക്കെ ഒരുപാട് എടുത്തുണ്ടായിരുന്നല്ലേ ടെലിഫോൺ കേബിൾസും കാര്യങ്ങളൊക്കെ. അതും എന്താണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ വരുന്നത്. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ മാക്സിമം ഏരിയ എനിക്ക് കവർ ചെയ്യണം, മിനിമം കേബിൾസ് യൂസ് ചെയ്തിട്ട്. അതാണ് ഈ ലേയിങ് ഔട്ട് ടെലിഫോൺ കേബിൾസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് സിറ്റിയുടെ പ്രോബ്ലം എടുത്തില്ലേ, അതേപോലത്തെ വേറൊരു കണ്ടീഷനാണ് ഈ ടെലിഫോൺ കേബിൾസിൻ്റെത് കേട്ടോ. ഇത് തന്നെ വരുന്ന വേറൊരു ആപ്ലിക്കേഷൻ നോക്കിയടാ, യൂട്ടിലിറ്റി പ്രോബ്ലം. യൂട്ടിലിറ്റി പ്രോബ്ലം എന്ന് പറയുമ്പോൾ മൊത്തം 3 ഹൗസ് ഉണ്ടെന്ന് വിചാരിക്കും. ഈ 3 ഹൗസിലും എനിക്ക് ഗ്യാസും ഇലക്ട്രിസിറ്റിയും വാട്ടറും കൊടുക്കണം. ഈ 3 ഹൗസിനും ഞാൻ കൊടുക്കണം. ഓക്കെ, അപ്പം ഈ H1 H2 H3 എന്ന് പറയുന്നതാണ് എൻ്റെ ഹൗസസ്. അപ്പം ഞാൻ ഈ ഹൗസസിനെ വെർട്ടെക്സ് ആയിട്ട് വെക്കുക. H1, ഇത് H2, ഇത് H3. ഓക്കെ, ഈ H1നും ഞാൻ ഗ്യാസും വാട്ടറും ഇലക്ട്രിസിറ്റിയും കൊടുക്കണം, ഈ H2നും കൊടുക്കണം, ഈ H3ക്കും കൊടുക്കണം. കണ്ടീഷൻ എന്താണ്, ആ ചാനൽസ്, അതായത് ആ എഡ്ജസ് ഇല്ലേ, അതൊരിക്കലും ക്രോസ് ഓവർ ആവാൻ പാടില്ല. നമുക്കങ്ങനെ പറ്റുമോ നോക്കിയാലോ. അപ്പോൾ H1 H2 H3 ആയി നമുക്ക് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, ഗ്യാസ് സപ്ലൈ ചെയ്യണം, വാട്ടർ സപ്ലൈ ചെയ്യണം, ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഹൗസിന് ഇത് 3 കൊടുത്തു നോക്കാം. എങ്ങനെ കൊടുക്കാം, ഇപ്പം ഞാൻ ഫസ്റ്റ് ഹൗസിൽ ഞാൻ ഗ്യാസ് സപ്ലൈ ചെയ്തു, വാട്ടർ കൊടുത്തു, അതേപോലെ ഇലക്ട്രിസിറ്റി കൊടുത്തു. അടുത്ത ഞാൻ H2ന് കൊടുക്കുക. H2ന് ഞാൻ വേറെ കളർ വെച്ച് കാണിക്കും. H2ന് ഞാൻ ഇതെല്ലാം സപ്ലൈ ചെയ്താണ്ടേ. H2ന് ഞാൻ ഗ്യാസ് കൊടുത്തു, വാട്ടർ കൊടുത്തു, ഇലക്ട്രിസിറ്റി കൊടുത്തു. H3ക്ക് അതുപോലെ കൊടുക്കാം. H3ക്ക് ഗ്യാസ് കൊടുത്തു, വാട്ടർ കൊടുത്തു, ഇലക്ട്രിസിറ്റി കൊടുത്തു. ഇവിടെ എന്താണ് പറയുന്നത്, ഇത് ക്രോസ് ഓവർ ആവാൻ പാടില്ലെന്നാണ് പറയുന്നത്. അതായത് ഈ ചാനൽസ് ക്രോസ് ഓവർ ആവാൻ പാടില്ല. ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഹൗസ് എടുക്കുവാണെങ്കിൽ ഓക്കെ, നമുക്ക് ഡയറക്റ്റ് എല്ലാം കൊടുക്കാം. സെക്കൻഡ് ഹൗസ് എടുക്കുമ്പോൾ കണ്ടോ ഇവിടെ ഒരു ക്രോസ് ഓവർ വന്നത് കണ്ടോ, ഇവിടെ വന്നു, ഇവിടെ വന്നു. അതായത് ഇവിടുത്തെ ഇതും എല്ലാം നിങ്ങൾക്ക് വിസിബിൾ അല്ലേ ആ ക്രോസ് ഓവർ. അപ്പം ഇങ്ങനെ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. വേറെ ഏതെങ്കിലും വഴിക്കൂടെ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് നോക്കിക്കേ, ഇത് നിങ്ങൾക്ക് എന്തോ മനസ്സിലായി. ഈ ഗ്രാഫിനെ മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതെന്താണ്, ഒരു ബൈപാർട്ടഡ് ഗ്രാഫ് അല്ലേ. അതേപോലെ ഇതെന്താണ്, ഒരു കംപ്ലീറ്റ് ബൈപാർട്ടഡ് ഗ്രാഫും അല്ലേ. പിന്നെ ഇതിൻ്റെ സെറ്റിനെ എഴുതും. അപ്പോൾ V1 എന്ന് പറഞ്ഞ സെറ്റിൽ ആരൊക്കെയുണ്ട്, H1 ഉണ്ട്, H2 ഉണ്ട്, H3 ഉണ്ട്. ബൈപാർട്ടഡ് ഗ്രാഫ് എന്തായിരുന്നു, അതായത് എനിക്ക് V1ലുള്ള എലമെൻറ്റുമായിട്ട് ഒരിക്കലും റിലേഷൻ പറയാൻ പാടില്ല.
V1ൽ നിന്ന് എനിക്ക് V2ലുള്ള ഒരു വെർട്ടെക്സുമായിട്ട് എപ്പോഴും റിലേഷൻ പറയാം. അപ്പോൾ V2ൽ ആരൊക്കെയാണ് ഉള്ളടാ? ഗ്യാസ് ഉണ്ട്, വാട്ടർ ഉണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ യൂട്ടിലിറ്റി പ്രോബ്ലം. നമുക്ക് ഈ ചാനൽസ് ഒന്നും ക്രോസ് ഓവർ ചെയ്യാതെ പറ്റുമോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. പറ്റുമോ നമുക്ക് നോക്കിയാലോ. ഇപ്പം ഞാൻ നോർമലി വരയ്ക്കുവാണെങ്കിൽ എനിക്ക് പറ്റത്തില്ലേ, എനിക്ക് വേറെ മെത്തേഡ് കൂടെ നോക്കിക്കൂടെ? നമുക്ക് വേറെ മെത്തേഡിൽ നോക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. വേറെ മെത്തേഡിൽ ഈ 3 യൂട്ടിലിറ്റീസും ഈ ഹൗസിൽ എത്തിക്കാൻ പറ്റുമോ നോക്കാം. ഇപ്പോൾ H1 എന്ന് പറയുന്ന ഹൗസ് ഉണ്ട്, H2 ഉണ്ട്, H3 ഉണ്ട്. ഇവിടെ ഗ്യാസ് ഉണ്ട്, വാട്ടർ ഉണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ എനിക്ക് കുഴപ്പമില്ലല്ലേ, ഞാൻ ഡയറക്റ്റ് ഇങ്ങ് കൊടുക്കുക. ചാനൽസ് ഒന്നും ക്രോസ് ഓവർ ചെയ്യത്തില്ലല്ലോ. ഇവിടെ ഞാൻ H2 കൊടുക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരിക്കലും ഡയറക്റ്റ് പോകാൻ പറ്റത്തില്ല, ഇവിടെ ഒരു ക്രോസ് ഓവർ വരും. അതുകൊണ്ട് ഞാൻ എങ്ങനെ കൊടുത്തു? ഗ്യാസ് സപ്ലൈ ഞാൻ ഇങ്ങനെ കൊടുത്തു. എനിക്ക് H3ക്കും അതേപോലെ കൊടുക്കാം അല്ലേ. എങ്ങനെ കൊടുക്കാം? ഇതിലേ ഞാൻ പോവാം. ഓക്കെ, അതിന് ഞാൻ ഗ്യാസ് സപ്ലൈ ഇങ്ങനെ കൊടുത്തു. ഇനി H2ൽ ഞാൻ വാട്ടർ സപ്ലൈ കൊടുക്കാൻ പോവാണേ. എങ്ങനെ കൊടുക്കാം? ഇവിടെ തന്നെ പൊയ്ക്കൂടെ എനിക്ക്? ഇവിടുത്തെ തന്നെ ഇങ്ങനെ പോവാം. പക്ഷേ ഇവിടെ ഞാൻ വാട്ടർ സപ്ലൈ കൊടുക്കണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? ഒരു ക്രോസ് ഓവർ ചെയ്യണം. വേണമെങ്കിൽ എനിക്ക് തണ്ടേ ഇങ്ങനെ പോവാം. ഇവിടെ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് കൊടുക്കാം അല്ലേ. H2നും ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇതിന് എന്ത് മനസ്സിലായി? ഒരു ക്രോസ് ഓവർ ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഇതിനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇതിന് എന്ത് പറയാം? The graph cannot be drawn in the plane without edges crossing over. Thus the answer of the problem എന്താണ്? No ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പറ്റത്തില്ല. ഈ ഒരു ഗ്രാഫ് വെച്ച് യൂട്ടിലിറ്റി പ്രോബ്ലം പറ്റുമോ? ഇല്ല. അപ്പം നെക്സ്റ്റ് നോക്കിക്കേ, ഷോർട്ടസ്റ്റ് പാത്ത് അല്ലെങ്കിൽ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം എന്ന് നമുക്ക് പറയാം. അപ്പം ഇവിടെ എന്താണ് പറയുന്നത് നോക്കിക്കേ. ഇത് നമ്മൾ ആദ്യം പഠിച്ച ഒരു ആപ്ലിക്കേഷൻ ഇല്ലേ, സിറ്റീസിൻ്റെ ട്രാൻസ്പോർട്ടിനെ കുറിച്ചിട്ടുള്ള, നമ്മൾ ഈ ബസ്സിൻ്റെയും ട്രെയിനിൻ്റെയൊക്കെ റൂട്ട്സ് വെച്ച് പറഞ്ഞില്ലേ, അതേ കൺസെപ്റ്റ് തന്നെയാണ്. ഞാൻ അപ്പം പറഞ്ഞായിരുന്നു ഈ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം എന്ന് പറഞ്ഞ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് നമുക്ക് പഠിക്കാനുണ്ടെന്ന്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ സിറ്റീസിനെ എന്താക്കിയാണ് വെച്ചേക്കുന്നത്? വേർട്ടീസസ് ആയിട്ടും റോഡ്സ് എന്ന് പറയുന്നത് ഹെഡ്ജസ് ആയിരിക്കും. ഇവിടെ എന്ന് വെച്ചാൽ ഒരു സെയിൽസ്മാൻ ഉണ്ട്. ആ സെയിൽസ്മാന് എല്ലാ സിറ്റീസിലും പോകണം, എല്ലാ സിറ്റീസിലും വിസിറ്റ് ചെയ്യണം. പക്ഷേ വിസിറ്റ് ചെയ്യുന്നത് ഡിസ്റ്റൻസ് എന്തായിരിക്കണം? ചെറിയ ഡിസ്റ്റൻസിൽ മാക്സിമം സ്ഥലത്ത് പോകണം. നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ലേ, അതേ കൺസെപ്റ്റാണ് ഇവിടെ. എല്ലാ സിറ്റീസിലും ട്രാവൽ ചെയ്യണം. ആ എല്ലാ സിറ്റീസിലും എന്താണ്? എക്സാക്ട്ലി വൺസ് ട്രാവൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേപോലെ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ റിട്ടേൺ ചെയ്യുകയും വേണം. ഇത് എങ്ങനെയാണ്? മിനിമം ഡിസ്റ്റൻസ് ട്രാവൽഡ്, അതായത് മിനിമം ഡിസ്റ്റൻസിൽ മാക്സിമം സിറ്റീസ് ട്രാവൽ ചെയ്യണം. അതാണ് ഈ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലത്തിൽ പറയുന്നത്. അപ്പം നമുക്ക് ഇതാണ്ടേ ഈ ഗ്രാഫ് വെച്ച് നോക്കാം. ഇപ്പോൾ ഈ ഗ്രാഫ് കണ്ടോ, ഇവിടെ കുറച്ച് നമ്പേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. ഈ നമ്പേഴ്സൊക്കെ എന്താണ്? ഇതെന്ന് പറയുന്നത് ഒരു വെയ്റ്റഡ് ഗ്രാഫാണ്. ഈ കൊടുത്തേക്കുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഡിസ്റ്റൻസ് ആണ്. എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ നമ്പർ ഇട്ട് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ നമ്പേഴ്സ് ഇട്ടൊരു ഗ്രാഫ് വരുവാണെങ്കിൽ അതിനെ നമുക്ക് എന്ന് പറയാം വെയ്റ്റഡ് ഗ്രാഫ് എന്ന് പറയാം. ഇതെൻ്റെ ഈ ഫിഗർ നോക്കിക്കേ, ഇതേപോലെ ഞാൻ വെയിറ്റ് തന്നേക്കുവാന്ന് വെച്ചു. അതായത് ഈ കൊടുത്തേക്കുന്നൊക്കെ എന്താണ്? ഡിസ്റ്റൻസ് ആണ്. ഇപ്പം നമ്മളൊരു സിറ്റിയിൽ ട്രാവൽ ചെയ്യുമല്ലേ, അപ്പം ഇതൊക്കെ ഒരു സിറ്റീസാണ്. അപ്പോൾ ഈ സിറ്റിയിൽ നിന്ന് നെക്സ്റ്റ് സിറ്റി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഞാൻ ഈ നമ്പേഴ്സായിട്ട് കൊടുത്തേക്കുന്നത്. ഇങ്ങനെ കൊടുത്താൽ നമുക്ക് ഇതിനെ എന്തെന്ന് പറയാം? ഒരു വെയ്റ്റഡ് ഗ്രാഫ് എന്ന് പറയാം. അപ്പോൾ ഇനി ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കണം. നമ്മുടെ പ്രോബ്ലം അതല്ലേ, ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിച്ചാലോ? അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ആർബിറ്ററി വെർട്ടെക്സ് ചൂസ് ചെയ്യും. അപ്പം ഞാൻ എന്താ ഈ എനെ ചൂസ് ചെയ്തു. എനെ ചൂസ് ചെയ്യുമ്പം നിങ്ങൾ നോക്കാം, എ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന വെർട്ടെക്സ് ഏതൊക്കെയാണ്, എഡ്ജസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. ഇപ്പോൾ ഇത് എയുടെ അവിടുന്ന് 1 ഉണ്ട്, അതേപോലെ 3 ഉണ്ട്, 7 ഉണ്ട്, 5 ഉണ്ട്. ഈ ഇത്രയും വാല്യൂസിൽ ഏറ്റവും മിനിമം ഏതാണോ അതിനെ എടുക്കുക കേട്ടോ. നമ്മൾ ഷോർട്ടസ്റ്റ് പാത്തല്ലേ കണ്ടുപിടിക്കുന്നത്, അപ്പോൾ നമ്മൾ മിനിമം ഡിസ്റ്റൻസ് ആയിരിക്കണം എപ്പോഴും എടുക്കേണ്ടത്. അതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഇവിടുത്തെ മിനിമം ഏതാണ്? 1 അല്ലേ. അപ്പോൾ ഞാൻ എന്താണ്ട് എന്ന് സിയിലോട്ട് പോയി. ഇപ്പോൾ ഞാൻ അടുത്ത പോയിന്റിലെത്തിയേ. ഇനി അവിടുന്ന് ഇതേ സ്റ്റെപ്പ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഞാൻ അതെ ഇവിടെ സിയിലെത്തി. സിയിൽ നോക്കി, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്, ഇവിടെ 2 ഉണ്ട് അല്ലേ. പിന്നെ ഈ 1 ഇത് നമുക്ക് വേണ്ടല്ലോ, ഇത് നമുക്ക് തിരിച്ചു പോകണ്ടല്ലോ. നമ്മൾ തിരിച്ചു പോകണം, എല്ലാം കറങ്ങിയാണ് നമ്മൾ അവസാനം ഇവിടെ എത്തേണ്ടത്. അപ്പോൾ നമുക്കിനി 2 ഉണ്ട്, 6 ഉണ്ട്, 2 ഉണ്ട്. ഇപ്പോൾ ഇതാണ്ട് ഇവിടെ 2 വാല്യൂസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഇങ്ങോട്ട് പോകാമെന്ന് വെച്ചോ. ഞാൻ താണ്ടേ സിന്ന് താണ്ടേ ഈ ബിയിലോട്ട് പോയി. ഓക്കെ, ബിയിൽ വന്നു. ഇപ്പം ഇനി ബിന്ന് നോക്കണം ഏറ്റവും മിനിമം ഏതാണെന്ന്. ബി നോക്കിക്കേ, ബിക്ക് ആരുമായിട്ടൊക്കെ ഉണ്ട്. ഇവിടെ ഒരു എഡ്ജ് ഉണ്ടല്ലേ, ഇത് 9 ആണ്,
ഇവിടുത്തെ വാല്യൂ 4 ആണ്. പിന്നെ ആരുണ്ട്? ഇവിടെ 7 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്. ഓക്കെ, എനിക്ക് 5 എടുക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ മിനിമം വാല്യൂ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് എടുക്കേണ്ടതെന്ന് അറിയാം. അപ്പോൾ ഞാൻ എന്താണ്ടേ ഇങ്ങോട്ടേക്ക് പോവുക. ഇപ്പം എവിടെ എത്തി? ഇപ്പം ഞാൻ എവിടെ എത്തിയടാ? ഡിയിലെത്തി അല്ലേ? ഇനി ഡിന്ന് നോക്കുക മിനിമം ഏതുണ്ടെന്ന്. ഓക്കെ, 2 ഉണ്ട് ഇങ്ങോട്ട്, പിന്നെ ഇങ്ങോട്ടൊരു 3 ഉണ്ട്, പിന്നെ ഇങ്ങോട്ടൊരു 6 ഉണ്ട് അല്ലേ? എനിക്ക് 2 എടുക്കാൻ പറ്റുമോ നോക്കിക്കേ. ഇപ്പോൾ ഇവിടെ മിനിമം 2 ആണ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് നോക്കിക്കേ, ഞാനിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് ഞാൻ അടുത്തത് വരുന്ന സിയിൽ വന്നാൽ പിന്നെയും ഞാൻ താണ്ട് ഇവിടെ പോകണ്ടേ. അപ്പോൾ താണ്ട ഞാൻ ഈ ഇയിലൊന്നും ടച്ച് ചെയ്യാതാവത്തില്ലേ? അതല്ല, നമുക്ക് വേണ്ടുന്ന എന്താണ്? എല്ലാ വെർട്ടക്സിലും ടച്ച് ചെയ്യണം, തിരിച്ച് വന്നെടുത്ത് തന്നെ എത്തേ വേണം, വന്ന വഴി കൂടെ ഒന്നും തിരിച്ച് വരാനും പാടില്ല. ഇതൊക്കെയാണല്ലോ നമ്മുടെ കണ്ടീഷൻ. അപ്പം അടുത്ത മിനിമം വാല്യൂ എന്ന് പറയുന്നത് 3 അല്ലേ? 2 മാറ്റിയ പിന്നെ മിനിമം വാല്യൂ ഉള്ളത് 3. അപ്പം ഞാൻ 3 പോയി. അപ്പം ഞാൻ ഇപ്പോൾ എവിടെ എത്തി? ഇയിലെത്തി അല്ലേ? ഇനി ഇന്നെത്തിയിട്ട് ഞാൻ അടുത്ത് നോക്കുക. അടുത്ത ഏതൊക്കെയുണ്ട്? 6 ഉണ്ട്, 7 ഉണ്ട്, 9 ഉണ്ട്. ഇപ്പം ഞാൻ 6 വഴി പോവുകയാണെങ്കിൽ പിന്നെ ഞാൻ എവിടെ തന്നെ എത്തും? സിയിലെത്തും. പിന്നെ ഞാൻ വീണ്ടും ഇവിടെ പോകേണ്ടി വരത്തില്ലേ? അതായത് ഞാൻ പോയ വഴി കൂടെ പിന്നെ എനിക്ക് പോകേണ്ടി വരത്തില്ല. അപ്പോൾ എനിക്ക് 6 എടുക്കാൻ പറ്റത്തില്ല. അപ്പം നെക്സ്റ്റ് മിനിമം വാല്യൂ ഏതാ നോക്കാം. നോക്ക്, 7 ഉണ്ട്, 9 ഉണ്ട്. അതേതാ മിനിമം? 7 അല്ലേ? അപ്പം ഞാൻ താണ്ടേ ഇതിലേ പോവുക. ഓക്കെ, ഇപ്പം ഞാൻ എവിടെ എത്തി? ഞാൻ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തേ അവിടെ തന്നെ എത്തിയല്ലേ? ഈ ഫിഗറിൽ നിന്ന് ഇപ്പം എനിക്കൊരു ഗ്രാഫ് കിട്ടില്ല. ആ ഗ്രാഫിനെ ഞാനങ്ങ് വരയ്ക്കട്ടെ. നോക്കിക്കോ, അതുകൊണ്ട് എ എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ട്. എന്ന് ഞാൻ എങ്ങോട്ട് പോവാണ്? സിയിലോട്ടല്ലേ പോയി. അപ്പോൾ എന്ന് ഞാൻ സിയിലോട്ട് പോയി. ഇനി സിന്ന് ഞാൻ എവിടെ പോവുക? ബിയിലോട്ട് പോവല്ലേ? അപ്പം സിന്ന് ഞാൻ എന്താണ്ടേ ബിയിൽ പോയി. ഇനി ഞാൻ എന്തോ ചെയ്തു? ബിന്ന് ഞാൻ എവിടത്തേക്കാണ് പോയിക്കുന്നത്? ഡിയിലേക്കല്ലേ പോയിക്കുന്നത്? ബിന്ന് ഞാൻ ഡിയിലേക്ക് പോയി. ഓക്കെ, ഇത് ഡി. ഇനി ഡിന്ന് ഞാൻ എവിടെ പോയി? ഇയിൽ പോയി. ഓക്കെ, ഇത് ഇ. ഇന്ന് ഞാൻ എവിടെ പോയി? ഇന്ന് ഞാൻ എയിൽ പോയി. അപ്പോൾ എനിക്ക് ഗ്രാഫിനെ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇനി അപ്പോൾ ഇതിൻ്റെ മിനിമം ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും എന്ന് നോക്കിയാൽ, അപ്പോൾ ഇവിടുത്തെ വാല്യൂസ് എടുത്ത് വെക്കരുത്. ഇത് 1, പിന്നെ B2C അല്ലേ? ഇവിടെ C2B അല്ലേ? അപ്പോൾ സിന്ന് ബിയിലേക്ക് ഏതാ? 2. പിന്നെ B2D എത്രയാണ്? 4 ആണ്. D2E എന്ന് പറയുന്നത് 3 ആണ്. E2A 7 ആണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ 1 + 2 + 3 + 6 + 7 ഈക്വൽ 6 അല്ല 4 ആണ് കേട്ടോ. 4, അതായത് 1 ആയി, 2 ആയി, 3, 4, 7. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര കിട്ടും? 17 കിട്ടും. അപ്പോൾ 17 ആണ് ഇവിടുത്തെ ഷോർട്ടസ്റ്റ് പാത്ത്. നമ്മളെങ്ങനെ പോയത്? A to C പോയി അല്ലേ? പിന്നെ C to B പോയി, ബിന്ന് ഡിയിൽ പോയി, ഡിന്ന് ഇ പോയി, ഇന്ന് എയിൽ വന്നു. നെക്സ്റ്റ് നോക്കിക്കേ, കണക്റ്റഡ് ഗ്രാഫ്. കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അൺഡയറക്റ്റഡ് ഗ്രാഫ് ആയിരിക്കണം. കണക്റ്റഡ് ഗ്രാഫിൽ എന്താണ് പറയുന്നത്? ഇപ്പം ഏത് 2 വെർട്ടക്സ് എടുത്താലും അതിനിടയ്ക്ക് ഒരു പാത്ത് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് കണക്റ്റഡ് എന്ന് പറയാം. ഇപ്പം ഞാൻ എയും ബിയും എടുക്കുക, അതിനിടയ്ക്ക് ഒരു പാത്തില്ലേ? എയും സിയും എടുക്കുകയാണെങ്കിൽ ഒരു പാത്തില്ലേ? അപ്പം ഏത് 2 പേരെടുത്താലും ഇടയ്ക്ക് ഒരു പാത്ത് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഒരു കണക്റ്റഡ് ഗ്രാഫ് എന്ന് എടുക്കാം. ഇപ്പോൾ എയും ഡിയും ഞാൻ എടുക്കുമെന്ന് വെച്ചോ, എയും ഡിയും ഡയറക്റ്റ്ലി കണക്റ്റഡ് അല്ല എങ്കിൽ നോക്കിയാൽ A to C, C to D എന്ന് എനിക്ക് വന്നൂടെ. അപ്പം ഇതും എന്താണ്? ഒരു കണക്റ്റഡ് ഗ്രാഫാണ്. ഓക്കെ, അപ്പോൾ ഒരു പാത്ത് ഒരു 2 വെർട്ടക്സ് എടുക്കുമ്പോൾ ഒരു പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതൊരു കണക്റ്റഡ് ഗ്രാഫാണ്. അല്ലെങ്കിൽ അതെന്താണ്? ഒരു ഡിസ്കണക്റ്റഡ് ഗ്രാഫാണ്. ഈ ഗ്രാഫ് നോക്കിക്കേ, ഞാൻ ഇപ്പോൾ എയും ഡിയും എടുക്കുക. A to C, C to D എന്ന് പറഞ്ഞാൽ എനിക്ക് പോവാം അല്ലേ? A to B പോവാം, A to C പോവാം, അതേപോലെ B to C. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഒരു കണക്റ്റഡ് ഗ്രാഫാണ്. അതായത് ഏത് 2 വെർട്ടക്സ് എടുത്താലും എനിക്ക് ഒരു പാത്ത് അവിടെ കിട്ടുന്നുണ്ട് എങ്കിൽ അതിനെ നമുക്ക് കണക്റ്റഡ് എന്ന് പറയാം. ഈ ഗ്രാഫ് നോക്കിക്കേ, എനിക്ക് V3 പോകണം, V1 നിന്ന്. ഓക്കെ, അപ്പോൾ V1 to V2 പോവാം, V2 to V3 പോവാം. പിന്നെ ഇവിടെ നോക്കിയാൽ എനിക്ക് V4 പോകണം. എന്തെങ്കിലും വഴിയുണ്ടോ? ഇല്ല അല്ലേ? അതൊരു ഐസൊലേറ്റഡ് ആയിട്ട് കിടക്കുമല്ലേ. അപ്പം ഇതെന്താണ്? ഒരു കണക്റ്റഡ് ഗ്രാഫ് അല്ല. ഇങ്ങനെയുള്ള ഗ്രാഫിനെ നമ്മൾ പറയുന്നത് എന്താണ്? ഡിസ്കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയും. കണക്റ്റഡ് അല്ലെങ്കിൽ പിന്നെ എന്തുമായിരിക്കും? ഡിസ്കണക്റ്റഡ് അല്ലയോ? അപ്പോൾ ഈ കണക്റ്റഡ് ഗ്രാഫിനെ ഡിസ്കണക്റ്റഡ് ഗ്രാഫിനെയൊക്കെ കുറിച്ച് നമ്മൾ മറ്റേ തിയറം പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നല്ലേ. അപ്പോൾ നോക്കിയാൽ ഇതൊരു ഡിസ്കണക്റ്റഡ് ഗ്രാഫാണ്. ഓക്കെ, ഇത് മൊത്തത്തിൽ ഡിസ്കണക്റ്റഡ് ഗ്രാഫാണ്. ഈ ഡിസ്കണക്റ്റഡ് ഗ്രാഫിൽ വേറൊരു ടേം വരുന്നുണ്ട്. എന്തുവാ? കമ്പോണൻസ്. അതായത് ഈ ഡിസ്കണക്റ്റഡ് ഗ്രാഫിൽ
രണ്ടോ രണ്ടിൽ കൂടുതലോ കണക്റ്റഡ് ഗ്രാഫ് കാണും. ഓക്കെ, ഇതിപ്പോൾ G3 എന്ന് വിളിക്കുകയാണേ. അപ്പം ഈ G3 എന്ന് പറയുന്ന ഗ്രാഫിൽ നോക്കിക്കേ, ഇത് മൊത്തത്തിൽ ഒരു ഡിസ്കണക്റ്റഡ് ഗ്രാഫാണ്. പക്ഷേ ഇതിൻ്റെ കമ്പോണൻസ് നോക്കിക്കേ, ഇതൊരു കമ്പോണൻ്റ് ആയിട്ട് എനിക്ക് എടുക്കാം. ഇത് ഇത്ര ഒരു കമ്പോണൻറ്റ്, ഇത് വേറൊരു കമ്പോണൻ്റ് ആയിട്ട് എടുക്കുമെന്ന് വെച്ചോ. അപ്പോൾ ഈ ഒരു കമ്പോണൻറ്റ് കണക്റ്റഡ് അല്ലേ? ഇത് കണക്റ്റഡ് ആണെന്ന് പറയാം, കാരണം ഇവിടെ ഒരു ഒറ്റ വെർട്ടക്സ് അല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇതൊരു കമ്പോണൻറ്റ്, ഇതൊരു കമ്പോണൻറ്റ്. പക്ഷേ ഈ കമ്പോണൻസ് ഒക്കെ എന്താണ്, ഇൻഡിവിജ്വലി അത് കണക്റ്റഡ് ആണ്. പക്ഷേ മൊത്തത്തിൽ ഇത് പറയുവാണെങ്കിൽ അത് കണക്റ്റഡ് അല്ല, അല്ലേ? അതിനെയാണ് നമ്മൾ കമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡിസ്കണക്റ്റഡ് ഗ്രാഫിൽ രണ്ടോ രണ്ടിൽ കൂടുതലോ കണക്റ്റഡ് ഗ്രാഫ്സ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? കമ്പോണൻ്റ് എന്ന് പറയും. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്ററാണ് ഇത്. കെ അല്ല, ഇതിൻ്റെ പേരാണ് കാപ്പ എന്ന് പറയും. KPP. അപ്പം ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് കാപ്പ വെച്ചിട്ടാണ്. ഇതൊരു കണക്റ്റഡ് ഗ്രാഫ് ആണോ? എടാ, കണക്റ്റഡ് അല്ലെങ്കിൽ അത് എന്തായിരിക്കും? പിന്നെ ഡിസ്കണക്റ്റഡ് ആയിരിക്കും. അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. കണക്റ്റഡ് ആണെന്ന് എങ്ങനെയാണ് നോക്കുന്നത്? ഇപ്പോൾ എനിക്ക് V1 നിന്ന് V2 വരാൻ പറ്റും, V1 നിന്ന് V3 വരാനും വഴിയുണ്ടല്ലേ. V1 നിന്ന് V4 വരാൻ പറ്റുമോ? പറ്റില്ല. ഇവിടെ ഒരു കണക്ഷൻ ഇല്ല. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് എനിക്ക് എന്ത് മനസ്സിലായി? ഇതൊരു കണക്റ്റഡ് ഗ്രാഫ് അല്ലെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും? ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് മൊത്തത്തിൽ എന്താണ്? ഒരു ഡിസ്കണക്റ്റഡ് ഗ്രാഫാണ്. ഇനി ഞാൻ ഇതിനെ രണ്ട് ഗ്രാഫായിട്ട് കൺസിഡർ ചെയ്യുമോ? അതിനെയാണ് ഇതിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിസ്കണക്റ്റഡ് ഗ്രാഫിൻ്റെ രണ്ട് കമ്പോണൻസ് ആണിത്. അപ്പോൾ ഈ കമ്പോണൻസ് കണക്റ്റഡ് ആണോ എന്ന് നോക്കിയാൽ മതി. നോക്കിക്കേ, V1 നിന്ന് V2, ഓക്കെ, V1 നിന്ന് V3, ഓക്കെ. അപ്പോൾ ഈ ഒരു കമ്പോണൻറ്റ് എന്താണ്? കണക്റ്റഡ് ആണ്. അടുത്ത ഈ കമ്പോണൻറ്റ് എടുക്കുക, V4 V5 മാത്രമേ ഉള്ളൂ, കണക്റ്റഡ് അല്ലേ? അപ്പം ഇത് മൊത്തത്തിൽ ഇതൊരു ഡിസ്കണക്റ്റഡ് ഗ്രാഫാണ്. ഇപ്പോൾ ദാണ്ട് ഇവിടെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഇതാണ്ട് ഇവിടെ ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത് എന്തായേനെ? ഇതൊരു കണക്റ്റഡ് ഗ്രാഫ് ആയേനെ. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഇതില്ലല്ലോ, അപ്പോൾ ഇതെന്താണ്? ഒരു ഡിസ്കണക്റ്റഡ് ഗ്രാഫാണ്. പക്ഷേ അതിലെ കമ്പോണൻസ് ഒക്കെ എന്താണ്? കണക്റ്റഡ് ആണ്. അപ്പോൾ ഇത് G1 എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റ് ആണ്, ഇത് G2 എന്ന് പറയുന്ന കമ്പോണൻ്റ് ആണ്. ഇത് ഹോൾ എന്താണ്? G എന്ന് പറയുന്ന ഒരു ഗ്രാഫാണ്. അതിൽ രണ്ട് കമ്പോണൻസ് G1 G2 ആണെങ്കിൽ ഈ G1 G2 എന്താണ്? കണക്റ്റഡ് ആണ്. പക്ഷേ G എന്ന് പറയുന്ന ഈ ഹോൾ ഗ്രാഫ് എന്താണ്? ഡിസ്കണക്റ്റഡ് ആണ്.